അതുപോലെ ഇതിലേക്ക് ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഏജ്, അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക്, അതായത് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവർക്ക് ഇത് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ PG കഴിയണം, അല്ലെങ്കിൽ +2 കഴിഞ്ഞവർ, അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുണ്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം എന്നൊരു. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരം എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ, ഞാൻ എന്നെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ 10ാം ക്ലാസ്സിൽ വലിയ സ്കോറില്ല, +2 വലിയ മാർക്കില്ല, ഡിഗ്രിയിൽ സപ്ലൈ എക്സാം ഉണ്ടായിരുന്നു. പഠിച്ചത് കൊമേഴ്സ് തന്നെയാണ്, പക്ഷേ എനിക്ക് ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ടും ഡെബിറ്റും ക്രെഡിറ്റും എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ പിന്നീട് ഇതിലേക്ക് വന്നപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫ്രം സീറോ ആയിരിക്കും നമ്മുടെ ക്ലാസ് പോവുക. ഞാനിപ്പോൾ ഒരു നോൺ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരികയാണെങ്കിലും ഫസ്റ്റ് അക്കൗണ്ട്സിൻ്റെ ബേസ് കിട്ടും, പിന്നെ നമ്മുടെ കോസ്റ്റിങ്ങിൻ്റെ CMA റിലേറ്റഡ് ബേസിക്സ് ഉണ്ടാവും, എന്നിട്ടാണ് നമ്മൾ ടോപ്പിക് സബ്ജക്റ്റിലേക്ക് കിടക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു വലിയൊരു മാൻഡറ്ററി ഘടകമാണ്, പണ്ട് ഭയങ്കര പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻറ്റിനെ പറ്റും എന്നുള്ളൊരു സാധനം എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല.